ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ സച്ചി നമ്മുടെ രേവതിയെ പുറത്തൊക്കെ കൊണ്ടുപോയി ചേർത്ത് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, ഇവളുടെ ഇഷ്ടം, ഇവൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ട്, ഇവൾക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെയല്ലേ മേടിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി മുറിയിൽ കൊണ്ടുപോകാട്ടോ. എന്നിട്ട് നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മേടിച്ച് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വാരി കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതിക്ക്. അപ്പൊ തന്നെ നമ്മുടെ രേവതിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ശേഷം ആ കരച്ചിലൊക്കെ നമ്മുടെ സച്ചി തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ നമ്മൾ ഇതുവരെ കാണാത്തൊരു പുതിയ മുഹൂർത്തങ്ങൾ നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. അതിന് പിന്നാലെ വേറൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛമ്മ വിളിച്ചിട്ട് നമ്മുടെ രേവതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തിന് ഞാനിവിടെ ഒരു നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ ഒന്നും മറച്ചു വെക്കാൻ പറ്റാതെ നമ്മുടെ രേവതി മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞ് മുത്തശ്ശി എന്ന് പറയുന്നതും നമ്മുടെ അച്ഛമ്മ നേരെ വെച്ച് പിടിച്ച് ആ വീട്ടിലേക്ക് വരുവാട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി ആയിരിക്കും ആ വീട് ഹോളിൽ ഇങ്ങനെ ഭയങ്കര ഞെളിഞ്ഞിരിക്കുമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശിയുടെ കടന്നു വരവ്. മുത്തശ്ശീനെ കണ്ട പാടെ നമ്മുടെ ചന്ദ്രമതി ആകപ്പാടെ പേടിച്ച് നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് പ്രൊമോ അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെ കോലാഹലങ്ങളാകും അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. നമുക്ക് പ്രേക്ഷകർക്ക് ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ സച്ചിയും രേവതിയും കൂടുമ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് വരാറ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.